നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ തയ്യാറെടുത്ത് അതിജീവിത. അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകാനാണ് നീക്കം. അപേക്ഷ നൽകിയിട്ടും അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചില്ലെന്നും അതിജീവിതയുടെ പരാതിയിലുണ്ട്. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിൽ അന്വേഷണം പൂർത്തിയായെങ്കിലും തുടർ നടപടിയില്ലെന്നാണ് അതിജീവിതയുടെ പരാതി. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 2 ആഴ്ച മുമ്പാണ് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറിയത്. ഈ സാഹചര്യത്തിലാണ് തുടർ നടപടി ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ അതിജീവിത തയ്യാറെടുക്കുന്നത്. തന്റെ ഭാഗം കേൾക്കാതെയാണ് അന്വേഷണം പൂർത്തിയാക്കിയതെന്ന് അതിജീവിത പരാതിപ്പെടുന്നുണ്ട്. തെളിവുകൾ ഹാജരാക്കാൻ വിചാരണ കോടതി അനുമതി നൽകിയില്ലെന്നാണ് മറ്റൊരു പരാതി. കോടതി കസ്റ്റഡിയിൽ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിച്ചത് നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. മെമ്മറി കാർഡ് 3 കോടതികൾ തുറന്നു പരിശോധിക്കപ്പെട്ടെന്ന വാർത്ത റിപ്പോർട്ടർ ടിവിയാണ് പുറത്തെത്തിച്ചത്. തുടർന്നാണ് ദൃശ്യങ്ങൾ ചോർന്നതായി ആശങ്കപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത്. 30 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം തേടാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി, എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി, വിചാരണ കോടതി എന്നിവിടങ്ങളിൽ മെമ്മറി കാർഡ് പരിശോധിച്ചെന്നാണ് ശാസ്ത്രീയ പരിശോധനയിലെ കണ്ടെത്തൽ. 2 കോടതികളിൽ രാത്രികാലങ്ങളിൽ മെമ്മറി കാർഡ് തുറന്നത് ദുരൂഹമാണ്. ലാപ്ടോപ്പിലും മൊബൈൽ ഫോണുകളിലുമാണ് അതീവ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട മെമ്മറി കാർഡ് പരിശോധിച്ചത്. തന്റെ സ്വകാര്യതയെ ഹനിക്കുന്ന സംഭവത്തിൽ ഗൗരവത്തോടെയുള്ള അന്വേഷണവും നടപടികളുമാണ് അതിജീവിത ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ടർ ആർ. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.